ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ദ വേൾഡ്, സെവൻ ഓഫ് കപ്സ്, Knight of Pentacles, Five of Swords, Ten of Wands, The Empress. കാർഡ് തിരിച്ചെടുക്കാറില്ല. Three of Pentacles, Ace of Pentacles. ബോട്ടത്തിൽ വന്നിരിക്കുന്ന ദ ഹെർമിറ്റ് ആണ് ബോട്ടം. ഫസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് വേൾഡ് ആണ്. അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ മാറിക്കഴിഞ്ഞു, നിങ്ങൾ അത്രയും ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസിനെയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും ബാലൻസ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ച് ചിന്തിച്ചും അവരില്ലാത്ത ജീവിതത്തെക്കുറിച്ചും അത്രയും സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, അവരെ ചേസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡ് കൊണ്ടാണെങ്കിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ ഫ്രീ ആയി ഹാപ്പിയായി നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോയി, നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു എന്നാണ് അവർ ചിന്തിക്കുന്നത്. പിന്നെ ഇവിടെ കാണുന്ന സെവൻ ഓഫ് കപ്സ് ആണ്. അവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മുമ്പിൽ കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. അതെല്ലാം നിങ്ങൾ ചെയ്ത് തീർക്കണം. എങ്ങനെ ചെയ്ത് തീർക്കാമെന്ന് അതിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണ്. ഇപ്പോൾ ആ കാര്യങ്ങളിൽ മാത്രം നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നത് കൊണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ്. അവർ ആൾറെഡി മാറ്റം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് അവരുടെ ആവശ്യമില്ല, നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നില്ലെന്നാണ് അവർ ചിന്തിക്കുന്ന ഒരു സൈഡിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് അവരെ നിങ്ങൾ ഒഴിവാക്കുക. അതായത് അവരെ നിങ്ങൾ ചേസ് ചെയ്യാത്തതും, അവരോട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ വാക്ക് തർക്കമോ പ്രശ്നങ്ങളോ ഒരു കോൺഫ്ലിക്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ കുറേ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അവരോട് ഇങ്ങനെ പ്രവർത്തിക്കുന്നത്. അവർ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങൾ ഇരിക്കാത്തതും അവരെ സ്നേഹിക്കാത്തതും എന്നൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി ആയിരിക്കാം, ആ കാര്യങ്ങളിലെല്ലാം നിങ്ങളുടെ ഫോക്കസ്ഡ് ആയിട്ട് പോകുന്നു. നേരത്തെ നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്താലും ആ വ്യക്തിയെ നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടും ആ വ്യക്തിയാണ് എല്ലാം എന്ന് പറഞ്ഞ് നിന്ന വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ മണി, അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഫോക്കസ്ഡായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. മാത്രമല്ല, കുറച്ച് പേരൊക്കെ നിങ്ങളുടെ കരിയറിൽ നിന്ന് തന്നെ നിങ്ങൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് പോയി നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ അവർ ചിലപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരുപാട് കുറേ മണിയൊക്കെ ഉണ്ട്, നിങ്ങൾ സക്സസ് ആണ്, അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അവരുടെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന കുറേ വ്യക്തികളും ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് ഫൈവ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങളോട് അൺഫെയർ ആയിട്ട് ആ വ്യക്തി ഒരുപാട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളെ മറച്ചു വെച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒട്ടും ന്യായമല്ലാത്ത രീതിയിൽ നിങ്ങൾ അത്രയും സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് അവരോട് അത്രയും ഇഷ്ടമാണ്, അത്രയും നിങ്ങൾ എല്ലാ എഫർട്ടും ഈ ബന്ധത്തിൽ ഇടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങളോട് ഒട്ടും ന്യായമല്ലാത്ത രീതിയിൽ നിങ്ങൾ ശരിയില്ല, നിങ്ങൾ പോകുന്ന റൂട്ട് ശരിയില്ല, നിങ്ങൾ മൊത്തത്തിൽ തെറ്റാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ കുറേ കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുണ്ട്, ബാക്ക് സ്റ്റാബൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി, അത് നിങ്ങൾ അറിഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അവരിൽ നിന്ന് മാറിയത്, നിങ്ങൾക്കൊരു മാറ്റം വന്നതു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 10 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. നിങ്ങൾ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും ഒരു പ്യുവറായിട്ട് സ്നേഹിച്ചിട്ടും ആ വ്യക്തി ഇങ്ങനെ അൺഫെയർ ആയിട്ട് നിങ്ങളോട് പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബന്ധം ഇപ്പോൾ ഒരു ഭാരമായി മാറാൻ തുടങ്ങി. നിങ്ങൾക്കത് ഈ ഭാരം ഒന്ന് ഇറക്കി വച്ചാൽ മതി എന്ന് ഉള്ള ഒരു മൈൻഡ് സെറ്റിൽ നിങ്ങൾ എത്തിച്ചേർന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ബന്ധം എൻഡാക്കി മുന്നോട്ട് പോകാനും നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പുതിയ തുടക്കം, പുതിയ വ്യക്തിയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പുതിയ ഒരു ന്യൂ സ്റ്റാർട്ടിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നത്.
പിന്നെ കുറച്ച് പേർക്കൊക്കെ നിങ്ങൾ ഇത് എൻഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് ന്യൂ ബിഗിൻസ്, അത് ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ ഒരു പുതിയ സിറ്റുവേഷൻ, പുതിയ സാഹചര്യമൊക്കെ കിട്ടി നിങ്ങൾ അതിൽ ഹാപ്പി ആണെന്നാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ദ എംപ്രസ് ആണ്. അവർക്ക് നിങ്ങളെക്കുറിച്ച് എപ്പോൾ ചിന്തിച്ചാലും അത്രയും ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്രയും ഒരു അട്രാക്റ്റീവാണ് ഫിസിക്കലി. നിങ്ങളെ കാണുമ്പോൾ തന്നെ അവർക്കൊരു ഇഷ്ടം. എത്രയൊക്കെ നിങ്ങൾ വഴക്ക് കൂടിയാലും എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളൊരു അമ്മയെ പോലെ സ്നേഹിക്കുന്ന, കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നേരത്തെ. അതൊക്കെ ഓർക്കുമ്പോൾ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അത്രയും ഒരു നിങ്ങളുടെ അടുത്തിരുന്നപ്പോൾ അത്രയും അവർ സ്നേഹവും കെയറും ഒക്കെ അനുഭവിച്ചിരുന്നു. എന്നാൽ അവർ അതൊന്നും മനസ്സിലാക്കിയില്ല എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ സ്വന്തം കാലിൽ കുറച്ച് പേരെങ്കിലുമൊക്കെ നിന്ന് നിങ്ങളുടെ കരിയറൊക്കെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഒരു അബണ്ടൻ്റ് ആയിട്ട്, ഒരു സക്സസ് ലേഡി ആയിട്ടാണ് കാണുന്നത് നിങ്ങളെ. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒത്തൊരുമിച്ച് നേരത്തെ സ്നേഹമായിട്ടിരുന്നപ്പോൾ എല്ലാം ചേർന്ന് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓർത്തവർ ആ ഒരു കാലത്തിനെ അവർ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ചെയ്യുന്നു, നിങ്ങളോടൊപ്പം ചെയ്യുന്നു, ഒത്തൊരുമയായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നായിട്ട് ചെയ്ത് പരസ്പരം സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഈ ബന്ധം നന്നായിരിക്കുമായിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വന്നു. നിങ്ങളുടെ കരിയറിലും ബാക്കിയുള്ള കാര്യങ്ങളിലും ശ്രദ്ധിച്ച് അതിൽ നിന്ന് നിങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങി എന്നുള്ള ഒരു ചിന്തയും അവർക്കുണ്ട്. അങ്ങനെ നിങ്ങൾ ഏൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നാണ് ചിന്തിക്കുന്നത് അവർ. അതുമാത്രമല്ല നിങ്ങളോടൊപ്പം ഒരു ന്യൂ സ്റ്റാർട്ട്, ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ദ ഹെറോഫൻ്റ് ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അവരിപ്പോൾ ഒരു ആത്മപരിശോധനയൊക്കെ നടത്തുന്ന സമയമാണ്. അതായത് സ്പിരിച്വലിയൊക്കെ, കാരണം കുറേ അവർ ചെയ്ത മിസ്റ്റേക്സ് ഒക്കെ ആലോചിച്ച് സ്വയം എൻ്റെ ഭാഗത്ത് എന്താണ് നടന്നത്, ഞാൻ എന്താണ് ചെയ്തത്, നിങ്ങളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അതിനെയൊക്കെ കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുന്ന സമയമാണ്. അങ്ങനെ ചെയ്യുന്നത് വളരെ ഒറ്റയ്ക്കിരുന്ന് അവർ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വാല്യൂവും നിങ്ങളിട്ട എഫർട്ടും നിങ്ങളുടെ സ്നേഹമൊക്കെ മനസ്സിലാകുന്നത്. സോ ഇപ്പോൾ അവർ കുറച്ച് തനിച്ചിരുന്ന് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.